Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa suhabihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wal an'ama khalaqaha lakum fiha dif'un wa manafi'u minha ta'kulun. Sadaqallahul aliyyul azim. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സക്കാത്ത് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ വളർത്തു മൃഗങ്ങളെക്കുറിച്ചുള്ള സക്കാത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആട്, മാട്, ഒട്ടകങ്ങൾ, ഇതിൻ്റെ സക്കാത്തിനെ കുറിച്ച്. സ്വന്തമായിട്ട് മേയുന്ന, പണിക്ക് വേണ്ടിയല്ലാതെ പോറ്റുന്ന ആടിൻ്റെ കൂട്ടത്തിൽ ചെമ്മരിയാടും, മാടുകളിൽ പശു, എരുമ, പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ഒട്ടകം. ഇങ്ങനെ 3 കാറ്റഗറിക്ക് മാത്രമാണ് ഷാഫി മദ്ഹബിൽ സക്കാത്തുള്ളത്. 5 ഒട്ടകം വരെ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. 5 മിനിമം വേണ്ട എണ്ണം. അതിനെയാണ് നിസാബ് എന്ന് പറയുന്നത്. 5 എണ്ണം എത്തിയാൽ മാത്രമാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അതുപോലെ മാടുകളുടെ വിഷയത്തിലാണെങ്കിൽ, പശു, എരുമ എന്നിവയുടെ വിഷയത്തിലാണെങ്കിൽ 30 എണ്ണം വേണം. 30 നിസാബ്. 30 അതിന് മുകളിലോ ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആടുകളുടെ കാര്യത്തിലാണെങ്കിൽ, സാധാരണ ആടും ചെമ്മരിയാടും 40 എണ്ണം വേണം മിനിമം. അതാണ് നിസാബ്. ഈ പറയപ്പെടുന്ന എണ്ണം ആടുകളോ മാടോ ഒട്ടകമോ ഒരാളുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അതിന് സക്കാത്ത് നൽകണം. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 35 എണ്ണം ആടുകളുണ്ട്, സ്വതന്ത്രമായിട്ട് മേയുന്ന 35 എണ്ണം ആടുകളുണ്ട്. അതിന് അദ്ദേഹം സക്കാത്ത് നൽകണ്ട, കാരണം നിസാബ് എത്തിയിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് 5 ആടുകളെ കൂടി കിട്ടി. അത് 35 എണ്ണത്തിൽ നിന്ന് പ്രസവിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വാങ്ങിയിട്ടോ അങ്ങനെ എണ്ണം 40 അപ്പോൾ അദ്ദേഹം സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായി. അദ്ദേഹത്തിൻ്റെ ആടുകളുടെ എണ്ണം നിസാബ്, സക്കാത്തിൻ്റെ നിസാബിന് തുല്യമായി. എന്നാണോ അദ്ദേഹത്തിന് 40 ആടുകൾ കിട്ടിയത്, അവിടുന്ന് അങ്ങോട്ട് എണ്ണി 12 മാസം കഴിയുമ്പോൾ അദ്ദേഹം സക്കാത്ത് നൽകണം. എത്ര ആടുകൾക്ക് സക്കാത്ത് നൽകണം? 12 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ആടുകൾ ടോട്ടലി ഉണ്ടോ അതിന് മുഴുവനും സക്കാത്ത് നൽകണം. എന്നാൽ ഈ വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആടുകളുടെ എണ്ണം 40 കുറഞ്ഞു പോയാലോ, നിസാബിലേക്കും താഴെ പോയാലോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ വർഷം ബ്രേക്കായി. അതുകൊണ്ട് എപ്പോഴാണോ 40 ആകുന്നത് അവിടുന്ന് അങ്ങോട്ട് വീണ്ടും വർഷം കണക്കാക്കണം. ത്രൂ ഔട്ട് ദ ഇയർ, മൊത്തം വർഷം ഈ നിസാബ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് വർഷാവസാനം ടോട്ടലുള്ള മൊത്തമുള്ള ആടുകളുടെ എണ്ണം നോക്കിയിട്ട് അതിന് സക്കാത്ത് നൽകണം. ഇതുപോലെ തന്നെയാണ് പശുവിൻ്റെയും എരുമയുടെയും വിഷയത്തിലും അതുപോലെ ഒട്ടകത്തിൻ്റെ വിഷയത്തിലും. ഇനി നോക്കേണ്ടത് എത്രയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. ഒട്ടകത്തിൻ്റെ സക്കാത്തിൻ്റെ കണക്ക് ആദ്യം പറയാം. 4 എണ്ണം വരെ ഒട്ടകത്തിന് സക്കാത്തില്ല. 5 എണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ 1 വയസ്സ് കഴിഞ്ഞ ഒരു ചെമ്മരിയാടോ 2 വയസ്സ് കഴിഞ്ഞ ആടോ സക്കാത്തായിട്ട് കൊടുക്കണം. 5 എണ്ണം ഒട്ടകമുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ 5നും 1 ആട് വീതം കൊടുക്കണം. ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള ആട്, 1 വയസ്സ് കഴിഞ്ഞ ചെമ്മരിയാട് അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞ ആട്, ഓരോ 5 എണ്ണം ഒട്ടകത്തിനും കൊടുക്കണം. അതായത് 10 ഒട്ടകമായി കഴിഞ്ഞാൽ 2 ആട് കൊടുക്കണം, 15 ഒട്ടകമായി കഴിഞ്ഞാൽ 3 ആട് കൊടുക്കണം, 20 ഒട്ടകമായി കഴിഞ്ഞാൽ 4 ആട് കൊടുക്കണം, 25 ഒട്ടകമായി കഴിഞ്ഞാൽ പിന്നെ 5 ആടല്ല കൊടുക്കേണ്ടത്, പിന്നെ കൊടുക്കേണ്ടത് 1 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണൊട്ടകമാണ്. 35 ഒട്ടകം വരെ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. 36ാമത്തെ ഒട്ടകമായി കഴിഞ്ഞാൽ 36 മുതൽ 45 വരെ കൊടുക്കേണ്ടത് 2 വയസ്സ് കഴിഞ്ഞ പെണ്ണൊട്ടകമാണ്. 46 മുതൽ 60 വരെ കൊടുക്കേണ്ടത് 3 വയസ്സുള്ള ഒരു പെണ്ണൊട്ടകമാണ്. 61 മുതൽ 75 വരെ കൊടുക്കേണ്ടത് 4 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണൊട്ടകമാണ്. പിന്നെ 76 മുതൽ 90 വരെ എണ്ണം ഒട്ടകമുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് 2 വയസ്സ് കഴിഞ്ഞ 2 പെണ്ണൊട്ടകങ്ങളെയാണ്. 91 മുതൽ 120 വരെ കൊടുക്കേണ്ടത് 3 വയസ്സ് കഴിഞ്ഞ 2 പെണ്ണൊട്ടകങ്ങളെയാണ്. 121 മുതൽ അങ്ങോട്ട് കൊടുക്കേണ്ടത് 2 വയസ്സ് കഴിഞ്ഞ പെണ്ണൊട്ടകങ്ങളെയാണ്. 121 മുതൽ അങ്ങോട്ട് പിന്നെ ഓരോ 40നും ഒരു 2 വയസ്സ് കഴിഞ്ഞ പെണ്ണൊട്ടകത്തെയോ ഓരോ 50നും ഒരു
3 വയസ്സ് കഴിഞ്ഞ പെണ്ണൊട്ടകത്തെയോ കൊടുക്കണം. 121 ശേഷമുള്ള കണക്ക് അങ്ങനെയാണ്. ഈ കണക്ക് വിശദമായ ചാർട്ടിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ആടിൻ്റെയും മാടുകളുടെയും സക്കാത്താണ് അടുത്ത നോക്കേണ്ടത്. 40 മുതൽ 120 വരെയുള്ള ആടുകൾക്ക് 1 വയസ്സ് കഴിഞ്ഞ ഒരു ചെമ്മരിയാടോ 2 വയസ്സ് കഴിഞ്ഞ ഒരാടോ ആണ് കൊടുക്കേണ്ടത്. 40 എണ്ണം വരെ സക്കാത്തില്ല, 40 നിസാബ്. 40 മുതൽ 120 വരെ ഉണ്ടെങ്കിലാണ് 1 വയസ്സ് കഴിഞ്ഞ ചെമ്മരിയാടിനെയോ 2 വയസ്സ് കഴിഞ്ഞ ആടിനെയോ കൊടുക്കേണ്ടത്. 121 മുതൽ 200 വരെ ആടുകളുണ്ടെങ്കിൽ അങ്ങനത്തെ 2 ആടിനെ കൊടുക്കണം. 201 മുതൽ 399 വരെ ആടുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള 3 എണ്ണം ആടിനെ കൊടുക്കണം. 400-ന് അത്തരത്തിലുള്ള 4 എണ്ണം ആടുകളെ കൊടുക്കണം. പിന്നീട് അങ്ങോട്ട് ഓരോ 100-നും 1 വീതം അങ്ങനെ കൂട്ടിക്കൊടുക്കണം. ഒരു വയസ്സ് കഴിഞ്ഞ ചെമ്മരിയാടിനെയോ 2 വയസ്സ് കഴിഞ്ഞ ആടിനെയോ കൊടുക്കണം. 400-ന് ശേഷം ഓരോ 100-നും. ഇങ്ങനെയാണ് ആടുകളുടെ സക്കാത്തിൻ്റെ കണക്ക്. ഇനി പശുവിൻ്റെയും എരുമയുടെയൊക്കെ കണക്ക് ഓരോ 30-നും, 30 വരെ സക്കാത്തില്ല, 30 നിസാബ്. ഓരോ 30 മാടുകൾക്കും 1 വയസ്സ് കഴിഞ്ഞ കാളക്കുട്ടിയെ നൽകണം. ഇനി ഓരോ 40 മാടുകൾക്കും 2 വയസ്സ് കഴിഞ്ഞ പശുവിനെ നൽകണം. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. 30 വരെ സക്കാത്തില്ല, 30 നിസാബ്. അതിനുശേഷം 1 വയസ്സ് കഴിഞ്ഞ കാളക്കുട്ടിയെ, ഇനി 40 എണ്ണം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വയസ്സ് കഴിഞ്ഞ പശുവിനെ. ഇത്രയുമാണ് ആട്, മാട്, ഒട്ടകങ്ങളുടെ സക്കാത്തിൻ്റെ കണക്ക്. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് കൃഷിയുടെ കണക്കുകൾ നോക്കാം. അതിനുശേഷം സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ചും വിതരണത്തെക്കുറിച്ചും നമുക്ക് പറയാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.